നടി ഹണി റോസിന്റെ ലൈംഗിക അധിക്ഷേപ പരാതിയിൽ കസ്റ്റഡിയിലെടുത്ത ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തുമെന്ന് കൊച്ചി DCP. ബോബിയുമായി പോലീസ് കൊച്ചിയിലേക്ക് പുറപ്പെട്ടു. എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ് എത്തിക്കുക. കേസിൽ ഹണി റോസിന്റെ മൊഴി ഇന്ന് തന്നെ രേഖപ്പെടുത്തും. ബോബിക്കെതിരെ മറ്റു പരാതികൾ ഉള്ളതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. കൊച്ചിയിലെത്തിച്ച ശേഷം വിശദമായി ചോദ്യം ചെയ്യുമെന്നും DCP അശ്വതി ജിജി പറഞ്ഞു. നമ്മുടെ ടീമാണ് പോയത്, കസ്റ്റഡിയിലുണ്ട്. അപ്പം ഇനി ഇവിടെ വന്നിട്ട് ബാക്കി ഇൻവെസ്റ്റിഗേഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യും. നമ്മൾ FIR ഇട്ടു, അപ്പോൾ നമ്മൾ ടീമിനെ ഡിസ്പാച്ച് ചെയ്തു, അത്രേ ഉള്ളൂ. മുൻകൂർ ജാമ്യം തേടാനുള്ള ശ്രമങ്ങളിലേക്കൊക്കെ കടന്നു പോകുന്ന വാർത്തകൾ പുറത്തു വന്നില്ല. അതറിയില്ല. നേരെ സെൻട്രൽ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്ന സ്റ്റേഷൻ പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തുന്നതായിട്ടുള്ള നടപടി എങ്ങനെയാണ്? അത് എടുക്കണം. അത് അവരുടെ കൺവീനിയൻസും കൂടെ നോക്കിയിട്ട് നമ്മൾ എടുക്കും. സമാനമായ പരാതി മറ്റാരെങ്കിലും ഇയാൾക്കെതിരെ ഇതുവരെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. നിതിൻ സേവ്യറുണ്ട് വിവരങ്ങൾ പങ്കുവയ്ക്കുവാനായി കൊച്ചിയിൽ നിന്നും. നിതിൻ, എപ്പോഴേക്കാണ് ബോബി ചെമ്മണ്ണൂരിനെ ഈ എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലേക്ക് എത്തിക്കുക? ഒന്നത്. രണ്ട്, ഈ പരാതിക്കാരിയുടെ മൊഴി എപ്പോഴായിരിക്കും പോലീസ് രേഖപ്പെടുത്തുക? അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഏതെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? അജി, ഏകദേശം ഉച്ച 12 മണിയോട് കൂടി തന്നെ വയനാട്ടിൽ നിന്നും ബോബി ചെമ്മണ്ണൂരുമായുള്ള പോലീസ് സംഘം കൊച്ചിയിലേക്ക് പുറപ്പെട്ടിട്ടുള്ളത്. 7 മണിയോട് കൂടി തന്നെ കൊച്ചിയിലേക്ക് എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. വലിയ ഗതാഗത തടസ്സമൊന്നും ഇല്ലെങ്കിൽ 7 മണിയോട് കൊച്ചിയിലേക്ക് എത്തും. നിലവിൽ മലപ്പുറം എത്തിയെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നവരും ബോബി ചെമ്മണ്ണൂരുമായുള്ള പോലീസ് സംഘം. ഏതായാലും ഇന്ന് വൈകിട്ട് ഇവിടെ എത്തിച്ച ശേഷം വിശദമായി തന്നെ ബോബി ചെമ്മണ്ണൂരിനെ ചോദ്യം ചെയ്യും. ഇന്ന് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തും. അതിനുശേഷം മജിസ്ട്രേറ്റിൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ കോടതിയിലോ എത്തിച്ച് ഹാജരാക്കി പുള്ളിയെ റിമാൻഡ് ചെയ്യുക എന്ന് തന്നെയായിരിക്കും പോലീസിൻ്റെ ശ്രമം. ഏതായാലും ഇന്നലെ രാത്രി തന്നെ കൊച്ചിയിൽ നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘം വയനാട്ടിലേക്ക് പോയിരുന്നു. ഇന്നലെ വൈകിട്ട് ഈ പരാതി ലഭിച്ച ഉടൻ തന്നെ ബോബി ചെമ്മണ്ണൂർ എവിടെയുണ്ട് എന്ന് പോലീസ് സംഘം ട്രേസ് ചെയ്യുകയായിരുന്നു. അതിന് പിന്നാലെ വയനാട്ടിലേക്ക് തിരിക്കുകയും ഇന്ന് രാവിലെ 7:00 വയനാട്ടിൽ എസ്റ്റേറ്റിൽ നിന്നും ബോബി ചെമ്മണ്ണൂരിൻ്റെ തന്നെ എസ്റ്റേറ്റിൽ നിന്നും ഇദ്ദേഹത്തെ പിടികൂടുകയും ചെയ്യുന്നത്. പ്രധാനമായും ജാമ്യമില്ലാത്ത വകുപ്പുകളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. നേരത്തെ IPC 354 ആയിരുന്ന നിലവിൽ BNS 75-ാം വകുപ്പ്, അതായത് സ്ത്രീത്വത്തെ അവമാനിക്കുന്നതിനടക്കമുള്ള വകുപ്പാണ്. ജാമ്യമില്ലാ കുറ്റമാണ്. അതുകൊണ്ട് തന്നെ ഇയാൾ മുൻകൂർ ജാമ്യം തേടുന്നതിന് മുൻപ് തന്നെ ഇയാളെ അറസ്റ്റ് ചെയ്യുക എന്നൊരു ലക്ഷ്യം പോലീസിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇയാളെ ഇന്ന് വളരെ വേഗത്തിൽ തന്നെ എത്തി പോലീസ് പിടികൂടാൻ ശ്രമിച്ചത്. ഏതായാലും നേരത്തെ നമ്മളോട് DCP പറഞ്ഞതുപോലെ തന്നെ വൈകിട്ട് ഇവിടെ എത്തിച്ച ശേഷം തന്നെ വിശദമായി തന്നെ ഇയാളെ ചോദ്യം ചെയ്യും. ഇതിനുശേഷം ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു സ്ത്രീ വിരുദ്ധ പരാമർശം നടത്തേണ്ടി വന്നത്, അല്ലെങ്കിൽ നേരത്തെ ഹണി റോസ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്ന പോലെ തന്നെ തൻ്റെ പരിപാടികളിലൊക്കെ പിന്തുടർന്നു വന്ന് തന്നെ അവമാനിക്കാൻ ശ്രമിച്ചു നടക്കമുള്ള കാര്യങ്ങൾ ഹണി റോസ് പരാതിയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ പരിശോധന നടത്തേണ്ടതുണ്ട് പോലീസിനെ. പ്രത്യേകിച്ച് എന്തിനാണ് പിന്തുടർന്ന് നടന്ന ഇത്തരത്തിൽ ഹണി റോസിനെതിരെ ലൈംഗിക ഉച്ചയോടെ സംസാരിച്ചിരുന്നു, അല്ലെങ്കിൽ സ്ത്രീത്വത്തെ അവമാനിക്കുന്ന തരത്തിലൊക്കെ പെരുമാറുന്ന നടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് പരിശോധിക്കുന്നുണ്ട്. ഏതായാലും 7 മണിയോടുകൂടി തന്നെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം അറസ്റ്റ് അടക്കം രേഖപ്പെടുത്തും. ഇന്ന് തന്നെ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുക എന്ന ലക്ഷ്യം തന്നെയാണ് പോലീസിനുള്ളത്. അപ്പം ഈ ഹണി റോസിൻ്റെ മൊഴി ഇന്ന് തന്നെ പോലീസ് എടുക്കുമെന്നാണ് മനസ്സിലാവുന്നത്. നേരത്തെ DCPയോട് സംസാരിച്ചപ്പോൾ സൗകര്യപ്രദമായൊരു സമയം ഇന്ന് തന്നെ ഹണി റോസിൻ്റെ മൊഴി എടുക്കേണ്ടതുണ്ട് എന്നാണ് DCP പറഞ്ഞത്. ഏതായാലും നിലവിൽ ഹണി റോസിൻ്റെ വീട്ടിലേക്ക് അല്പസമയത്തിനുള്ളിൽ തന്നെ DCP എത്തുമെന്നാണ്, DCP നേരിട്ടെത്തി മൊഴി നൽകുമെന്നാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ ഈ പ്രധാനമായും ഈ കേസ് അന്വേഷിക്കുന്ന ACPയുടെ നേതൃത്വത്തിൽ സെൻട്രൽ ACP ജയകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. അപ്പോൾ ACP ജയകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമായിരിക്കും ഇവിടെ എത്തിയ ശേഷം വിശദമായി ബോബി ചെമ്മണ്ണൂരിനെ ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്യുക. ഏതായാലും വളരെ പെട്ടെന്ന് തന്നെ ഒളിവിൽ പോകാനുള്ള നീക്കം ബോബി ചെമ്മണ്ണൂർ നടത്തിയിരുന്നതെന്ന് സംശയം പോലീസിനുണ്ട്. അതിനു മുമ്പ് പോലീസ് പിടികൂടുക എന്നൊരു ലക്ഷ്യമുണ്ടായിരുന്നു. ഒപ്പം തന്നെ മുൻകൂർ ജാമ്യം തേടുന്നതിന് മുമ്പും ബോബി ചെമ്മണ്ണൂരിനെ പിടികൂടുക എന്നൊരു കസ്റ്റഡിയിലെടുക്കുക എന്നൊരു ലക്ഷ്യം പോലീസിനുണ്ടായിരുന്നു. അതിലൂടെ ഭാഗമായാണ് ഇന്നലെ വൈകിട്ട് തന്നെ ഇവിടുന്ന് പ്രത്യേക അന്വേഷണ സംഘം വയനാട്ടിലേക്ക് പോകുന്നത്. അതുകൊണ്ട് ഇന്ന് രാവിലെ 7:00 കൂടി തന്നെ പിടികൂടുകയും ചെയ്തു. അജി, ഒപ്പം തന്നെ നിതിൻ, ഈ കേസുമായി ബന്ധപ്പെട്ട് ഹണി റോസ് പരാതിക്കാരി പറഞ്ഞിരുന്നു, അതായത് മറ്റു ചിലരും താങ്കളെപ്പോലെ വ്യക്തിപരമായ അധിക്ഷേപം, ലൈംഗിക അധിക്ഷേപം തനിക്കെതിരെ ഉന്നയിക്കുന്നുണ്ട്, അവർക്കെതിരെ നിയമപരമായ മുന്നേറ്റം നടത്തുമെന്ന് ഹണി റോസ് പറഞ്ഞിരുന്നു. അപ്പോൾ പരാതിക്കാരി പറഞ്ഞിരുന്നു. അപ്പോൾ അവർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള കേസ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? മറ്റാരെയെങ്കിലും ഈ കേസിൽ പ്രതിപട്ടികയിൽ പോലീസ് ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? നിലവിൽ അത്തരമൊരു തീരുമാനം പോലീസിന് വന്നിട്ടില്ല. സമാനമായ മറ്റൊരു കുറ്റകൃത്യവും അല്ലെങ്കിൽ മറ്റാരും തന്നെ ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതി നൽകിയിട്ടില്ല എന്ന് DCP പറഞ്ഞിരുന്നു. ഒപ്പം തന്നെ ഹണി റോസും നിലവിൽ മറ്റാർക്കെതിരെയും ഈ ഒരു വിഷയത്തിൽ പരാതി നൽകിയിട്ടില്ല. അശ്ലീല കമന്റിട്ട വിഷയത്തിൽ കഴിഞ്ഞ ദിവസം പോലീസിന് ഹണി റോസ് പരാതി നൽകിയിരുന്നു. ഫേസ്ബുക്കിൽ കമന്റുകളായി അശ്ലീല കമന്റുകളിട്ടവർക്കെതിരെ പരാതി കൊടുത്തിരുന്നു. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം സെൻട്രൽ സ്റ്റേഷനിലെത്തി ഈ മാധ്യമങ്ങളുടെ കീഴിൽ വാർത്തകൾക്ക് കീഴിലും തനിക്കെതിരെ അശ്ലീല കമന്റുകളിട്ടവരുടെ പേര് വിവരങ്ങൾ കഴിഞ്ഞ ദിവസം ഹണി റോസ്
നോട്ടീസ് പോലീസിന് നൽകിയിരുന്നു. ഏതായാലും ഈ വിഷയത്തിൽ നിലവിൽ ഈ കേസ് ബോബി ചെമ്മണ്ണൂരിനെ മാത്രമാണ് നിലവിൽ പോലീസ് പ്രതിയാക്കിയിട്ടുള്ളത്. ഈ ചോദ്യം ചെയ്യലിന് ശേഷം ഒപ്പം തന്നെ ഹണി റോസിൻ്റെ മൊഴിയെടുത്തതിന് ശേഷം ഇതിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ അല്ലെങ്കിൽ ഇതിൽ ആരെങ്കിലും ബോബി ചെമ്മണ്ണൂരിനെ സഹായിക്കാനടക്കം ശ്രമിച്ചിട്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ പോലീസ് ഒരു വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമാകും അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തുക.